അപ്പം ചേട്ടായിമാരെ, നമ്മുടെ A to Z ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലൈമാണ്. നമ്മൾ ഇത് വെച്ചിട്ട് അടിപൊളി അത്യുഗ്രനായിട്ട് സൂപ്പർ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളായിട്ട് നമുക്ക് ഒരു ഡ്രം ഉണ്ട്. ഈ ഡ്രം നമുക്ക് ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിലേക്കാണ് നമ്മൾ ഇതെല്ലാം അരിഞ്ഞ് ക്ലിയർ ആക്കി ഇടാൻ പോകുന്നത്. ടൈം വരെ നമ്മുടെ പാത്രം ചെറുതായതുകൊണ്ട് കുറേശ്ശെ കഴുകിയിട്ട് നമുക്ക് വഴി നമുക്ക് അരിഞ്ഞിടാൻ പോകണം കേട്ടോ. അപ്പോൾ ചേട്ടായി വരെ നമുക്ക് വേറെ കത്തി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറിയ കത്തി പോരാ. അപ്പോൾ നമ്മൾ മുറിക്കാൻ പോകണേ, 4 മുറിക്കാം. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ നോ തല്ലുകൊള്ളു കേട്ടോ. ടൈം വരെ മഴ അങ്ങോട്ട് പെയ്തപ്പോൾ നമ്മൾ മഴയത്ത് അങ്ങനെ ഇട്ട് സെറ്റാക്കി വെച്ചാണ്. എന്താടാ കൊച്ചു ഉറങ്ങുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ടേ ഇതിലേക്ക് നമുക്ക് ഉപ്പിടാൻ പോവാണ്. കല്ലുപ്പാണ്. അപ്പോൾ നിങ്ങൾ ആരും ചെയ്യുകയാണെങ്കിലും കല്ലുപ്പിടണം കേട്ടോ. അങ്ങനെ കൈ എടുത്തിട്ട് ഒരു പാക്കറ്റ് ഉപ്പുണ്ട്. നമ്മുടെ ഏകദേശം അച്ചാറിൻ്റെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഉപ്പിട്ടു, രണ്ടാമത്തെ പ്രാവശ്യം പാക്കറ്റ് ഇടാൻ പോവാണ്. ലെയറായിട്ടാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ തന്നെ 12 മണിയായിട്ട് രാത്രി നോണ്ടൊക്കെ എൻ്റെ കണ്ണൊക്കെ അങ്ങനെ അടയും, ഉറക്കം വരുന്നുണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഏകദേശം 3/4 ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പിടാൻ പോകണം കേട്ടോ. ഞാനപ്പോൾ എന്തായാലും ഗ്യാപ്പ് നോക്കി ഇച്ചിരി ഭക്ഷണം കഴിക്കട്ടെ. നല്ല ശരിയാവും. കൈയൊക്കെ ഭയങ്കര ഒയ്യോ, ഈ സാധനം ആസറ്റ് പവറല്ലേ. കൈയൊക്കെ വന്നിട്ട് നല്ല ഇരിച്ചത്. കൊച്ചു അങ്ങോട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാണ്. എന്നടി നാടൻ പയറ് ഇന്നലെ കൊണ്ടുവന്നാ. കുറച്ച് പയറുപ്പേരിയും നമ്മൾ 2 ഉപ്പി ഒഴിച്ചിട്ട് അടപ്പിട്ട് അടച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചേട്ടായിമാരെ, നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് വെച്ചാൽ കയ്യിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പപ്പടം കാച്ചാൻ പോകണമെന്ന് വിചാരിക്കല്ലേ. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളന്ന് നമ്മുടെ നാരങ്ങ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ. നമ്മൾ അച്ചാറാക്കിയിട്ട് നല്ല ഉപ്പിലിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ഒരു 4-5 ദിവസമായില്ലടാ. ഒരു 4-5 ദിവസമായി. അപ്പോൾ നമ്മളതിന് തുറന്ന് നോക്കാൻ പോകണം. തുറന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയില്ല. തുറന്ന് നോക്കി അത് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ അച്ചാറാക്കാനുള്ള ഒരു വഴി പോവുകയാണ്. അപ്പോൾ ഇന്ന് ഒഴിവാണ് നമ്മുടെ. ആ ഒഴിവ് നോക്കിയിട്ടാണ് ഇന്ന് കലകൊലൊക്കെ ആ ഒഴിവ് നോക്കിയിട്ടാണ് ഇന്ന് ചക്കട എന്നുള്ള പരിപാടിയൊക്കെ ഇന്ന് ചെയ്യുന്നത്. ഒഴിവില്ല എന്ന് പറഞ്ഞൊന്നും നടക്കില്ല. അപ്പോൾ എന്നാൽ പിന്നെ ആ പരിപാടി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഡ്രമ്മ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അന്ന് രാത്രി 10-12 ആയി. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കാൻ പോകണം. ആദ്യം ഒന്ന് വലിക്കട്ടെ കേട്ടോ. വലിച്ചൊന്ന് വെളിയിലാക്കിയിട്ടേ. അപ്പോൾ നമ്മൾ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ തുറന്ന് നോക്കാൻ പോകണം കേട്ടോ. ആടാ സംഭവം സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാം വാടി നല്ല ലെവലായിട്ടുണ്ട്. ഇളക്കി നോക്കട്ടെ കേട്ടോ. നല്ല മണവും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതാണ്ടോ വെള്ളം ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനെ എടുക്കാൻ പോവാണ്. എടുത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ് അച്ചാറാക്കിയിട്ടേ. നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുളിപ്പുണ്ടാ നോക്കട്ടെ കേട്ടോ. ഞാൻ അവിടെ സെറ്റാണ്ടാ. നല്ല പുളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ഈ ഡബറിലേക്ക് വരാൻ പറ്റും. എന്തായാലും നമുക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ഏകദേശം 1 കിലോ വരും, 1.5 കിലോ വരും. അപ്പോൾ നമുക്ക് ഈ ഡബറ കണക്കിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് അളവെടുക്കുകയാണ്.
ഇതിപ്പോൾ ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞോടില്ലേ സംഭവം സെറ്റായിട്ട് നോക്കിയേ. നമ്മൾ അന്നിട്ട് നാരങ്ങ അടിപൊളിയായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി സെറ്റായിരിക്കുകയാണ്. നമ്മളന്ന് ഉപ്പ് അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ഒഴിച്ച് സെറ്റാക്കിയതാണ്. അപ്പോൾ നമുക്കത് നന്നായി ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ അടുത്ത് ഒരു പാത്രം പോരാ. അടവറയിൽ നമ്മൾ വാരാൻ പോവാണ്. പാത്രങ്ങളൊക്കെ തപ്പി എടുക്കണമെങ്കിൽ നല്ല പണിയാണ്. അമ്മച്ചി കൊച്ചിനെയും കൂടെ നിൽക്കുന്നതുകൊണ്ട് അമ്മച്ചിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ടേ. തമിഴ്നാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് വീണ്ടും മറ്റേ വെയിലത്തിട്ട് കഴിഞ്ഞ് വീണ്ടും ഒരു 2-3 ദിവസം ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഈ വെള്ളത്തിൽ തന്നെ ഇടും. അങ്ങനെയാണ് അവർ ചെയ്യാറ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മളിത് യൂസ് ചെയ്യുള്ളൂ. ഒറ്റയടിക്ക് നമ്മളിതിനെ അച്ചാറാക്കില്ല. സംഭവം കിട്ടിക്കിണ്ട് നോക്കിക്കോ, കുഴപ്പമില്ല. കുറച്ചെടുത്ത് വേണമെങ്കിൽ വായിലിട്ട് നോക്കിക്കോ, നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റും എനിക്കത് നല്ല സെറ്റായി തോന്നിയിട്ടുണ്ട്. അങ്ങനെയുണ്ടാ അച്ചാർ കഴിക്കാത്തവർക്ക് പറ്റില്ല. ഞാനൊക്കെ കഴിക്കുമ്പോൾ എന്താണ് കേട്ടോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? തനി പാലക്കാട് ഭാഷയാണ്, എന്താണ് ഇങ്ങനെയൊക്കെ കൂടുന്നത്? അപ്പോൾ അവനെങ്ങനെയൊക്കെ പറയണത് ഞാനൊക്കെ കഴിക്കുന്നതാണ് പറയണത്. അപ്പം നമ്മളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഈ പാത്രമൊക്കെ എടുത്തിട്ട് നമ്മൾ എന്താണ് കൊച്ചിന് കാണാൻ വേണ്ടി കൊച്ചു ഇത് കഴിക്കാൻ പറ്റില്ലടിയാ, ഇത് അച്ചാറടിയാ. തൽക്കാലം നമ്മൾ 3 പാത്രം വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 പാത്രത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. പോകണം കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. ഇത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ അമ്മച്ചിയാണ് തീയൊക്കെ പിടിപ്പിച്ചതെന്ന്. അപ്പോൾ നമ്മളിഞ്ഞ് കൈവള്ളി എന്നിട്ടേ കൈവള്ളി ഇരിക്കണം. ഓ കത്തുമെന്ന് പ്രതീക്ഷയോടെ നമ്മുടെ ഉരുളിച്ചേട്ടനെ വയ്ക്കുകയാണ് കേട്ടോ. ഉരുളിച്ചേട്ടനെ വെച്ചിരിക്കുകയാണ്. ഒരു പേപ്പറൊക്കെ കത്തിച്ച് ഇട്ടിട്ടേ. ഇതെന്ത് നല്ലെണ്ണയോട് സ്വർണ്ണം നല്ലെണ്ണയാണ് കേട്ടോ. അപ്പോൾ സ്വർണ്ണം നല്ലെണ്ണ നമ്മളെടുത്തിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോവാണ്. നമുക്ക് ഉള്ളിലൊരു പാക്കിങ്ങേ. അപ്പോൾ നമുക്കത് ഡിസ്റ്റൻസ് വരും. അപ്പോൾ അല്ലേ എന്തെങ്കിലുമൊക്കെ പറയും, ഇംഗ്ലീഷ് കൂടുതൽ അറിയുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല നല്ലെണ്ണ. LG കായമാണ്. നമുക്ക് LG കായം വറുത്തെടുക്കണം, പൊരിച്ചെടുക്കണം. കുറച്ചും കൂടി കത്തട്ടെ, ചൂടാകട്ടെ അല്ലേ. ഒരു പൊട്ട് നമുക്ക് ഇട്ട് നോക്കാം ചൂടായെന്ന് പറയാനാണ്. നമ്മൾ ഇട്ടതും മുകളിലേക്ക് പൊങ്ങി വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായി കേട്ടോ. അപ്പോൾ പക്ഷേ എന്നാലും പൊങ്ങി വന്നു കേട്ടോ ഏകദേശം. അപ്പോൾ നമുക്ക് ഇടാമല്ലേ. അപ്പോൾ നമ്മൾ കായ ഇടാൻ പോകണം കേട്ടോ. കായ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കായം ഏകദേശം മുരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് നിങ്ങൾ ആരച്ചാറിടുകയാണെങ്കിലും ചേട്ടായിമാരെ നല്ല ഈ സ്വർണ്ണം നല്ലെണ്ണ പോലെയുള്ള നല്ലെണ്ണ മാത്രമേ യൂസ് ചെയ്യാവൂ. അതാകുമ്പോൾ കംപ്ലൈൻറ്റ് വരില്ല. നമ്മുടെ അച്ചാർ കാലാകാലം കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നത്. മറ്റുള്ള വെളിച്ചെണ്ണയിലോ ഓയിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധനം കൊള്ളില്ല, കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമ്മുടെ LG കായം ഏകദേശം സെറ്റായിരിക്കുകയാണ്. നമ്മൾ വാരിയെടുക്കാൻ പോകുന്നു കേട്ടോ. പാത്രത്തിൽ അപ്പോൾ ഇതിന് ഇതേപോലെ നല്ല ചന്തത്തിൽ വാരിയെടുക്കുക. അതവിടെ വെച്ചു. ഇനി നമുക്കിതിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഉലുവ നമുക്ക് ആവശ്യമായത് നമ്മൾ ഇടുകയാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സാധനം നന്നായിട്ട് ഇളക്കിയിട്ടേ നമ്മളിതിനെ ഇളക്കി സെറ്റാക്കിയിട്ട് ഇട്ടതും നമ്മൾ വാരിയെടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയുമോ പെട്ടെന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വാരിയെടുക്കണേ. വരെ നമ്മൾ പൊടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഉരുളി നമ്മൾ അടുപ്പിൽ വെച്ചു. കുറച്ചുകൂടി നമ്മൾ എണ്ണ ഒഴിക്കണം കേട്ടോ. എന്താ ഇതിൽ 1-2 കക്കങ്ങളുണ്ട് കരിഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റിക്കളയട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ കഴിക്കും. അപ്പോൾ ചേട്ടായിമാരെ നമ്മൾ അതിൻ്റെ കരിഞ്ഞതൊക്കെ കളഞ്ഞു. കുറച്ചും കൂടി നമ്മൾ എണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മുടെ ഏകദേശം നമ്മുടെ പരിപാടി സെറ്റാക്കിയിരിക്കുകയാണ്. നമുക്ക് കടുകിടാൻ പോകണം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. മുളക് പൊടി ഇടാത്തത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞാലൊന്നും ഉദ്ദേശിച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഇടാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ 3 പാത്രവും നമ്മൾ സെറ്റാക്കി ഇട്ടിരിക്കുകയാണ്. അച്ചാറെന്ന് പറയാൻ മാത്രമേ എളുപ്പമുള്ളൂ.
വർക്ക് ചെയ്യുമ്പോൾ നല്ല പണിയൊക്കെ ഉണ്ട് കേട്ടോ. എളുപ്പമാണ് കാര്യം പറയാനൊക്കെ ആയതുകൊണ്ട് വർക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിനുള്ള പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടായിമാരെ നല്ല രീതിയിൽ നമ്മുടെ അച്ചാർ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ മുളക് പൊടി ചേർത്താൻ പോകണം കേട്ടോ. മുളക് പൊടി നമ്മൾ ചൂടാക്കി വെച്ചതാണ് കേട്ടോ. ചൂടാക്കി വെച്ചത് നമ്മളിത് ചേർക്കാൻ പോവാണ്. കുറച്ച് ഘട്ടം ഘട്ടമായിട്ട് ആവശ്യത്തിന് ചേർത്താവോ, കൂടുതൽ ചേർക്കണ്ട. നമ്മൾ ആദ്യം ചേർത്താതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ പെട്ടെന്ന് കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ് ചെയ്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ സെറ്റായിട്ട് അതിൻ്റെ പണി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കായപ്പൊടി നമ്മൾ ആവശ്യത്തിന് അങ്ങനെ കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് നമ്മൾ കായപ്പൊടി ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇട്ടിരിക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ അച്ചാർ ഏകദേശം സെറ്റായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ രസം ഉണ്ടായിട്ടാ. നമ്മൾ ഒരു 2-3 അച്ച് ബെല്ലം ഇട്ടിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി കൊച്ചുവിന് പാൽ കൊടുക്കുന്നുണ്ട്. നമുക്കത് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ബെല്ലം നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളും ആ ഒരു മുളകിൻ്റെ കുത്തൽ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ വെച്ചാൽ ഇത് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കണം. അപ്പോൾ ഒഴിക്കാൻ പോകണം കേട്ടോ. നമുക്കൊന്ന് ചൂടാക്കിയാൽ ഇറക്കാം. അത്രേ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിക്കണേ. വിനാഗിരിയൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് പൂപ്പത് കേട് വരാതിരിക്കാനാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത് കേട്ടോ. കാരണം കൂട്ടം നല്ല മണവും കാര്യങ്ങൾ, അതുപോലെ തന്നെ നല്ല കളറ് നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ഉപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് നക്കി നോക്കിയായിരുന്നു അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയാം. നല്ല മണം വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ അപ്പുറം വീട്ടിലേക്ക് പോകേണ്ട മണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇളക്കുമ്പോൾ നല്ല മണത്തിലാണ് നല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതൊക്കെ നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മുതലാകും തോന്നിയില്ല കേട്ടോ. നല്ല ചിലവ് വരുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചുമ്പോൾ ഇപ്പോൾ എന്താ അതിൻ്റെ ഇടപാടുകളൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ സംഭവം സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏട്ടായിമാരെ നമ്മുടെ അച്ചാർ അടിപൊളി സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇനിപ്പന്മാരിനെ നല്ല ഇറക്കാൻ പോകുന്നു കേട്ടോ. അതിൽ നമ്മൾ വെല്ലം ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചില്ല എന്ന് നേരത്തെ പറഞ്ഞു. അതുപോലെ മുളക് പൊടി കാര്യങ്ങൾ, കായപ്പൊടി, അതുപോലുള്ള വിനാഗിരിയൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഒഴിച്ച് സെറ്റാക്കി അടിപൊളി സുന്ദരക്കുട്ടന്മാരായിട്ട് നല്ല ഭംഗിയൊരു സാധനമുണ്ട് കേട്ടോ. ഇനി നമ്മളിതിനെ ഇറക്കാൻ പോവാണ്. നമ്മളിവനെ തട്ട് മൂടിയിട്ട് ഇറക്കാൻ പോകണം, അല്ലെങ്കിൽ തെറിച്ച് കഴിഞ്ഞാലൊന്നും ആയിട്ട്. അപ്പോൾ തട്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവനെ ഇറക്കാൻ പോകണം കേട്ടോ. അപ്പോൾ മൊത്തം നോക്കിക്കോ മാറിക്കോ. വാവ്, നല്ല വെയിറ്റും കാര്യങ്ങളും സെറ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അച്ചാർ സെറ്റ്. ഉച്ച ടൈം വരെ നമ്മുടെ അച്ചാർ നമ്മുടെ ബോട്ടിലാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അച്ചാറിന് നമ്മൾ ബോട്ടിലാക്കണം കേട്ടോ. ടൈം വരെ നമ്മുടെ കുഞ്ഞ് ബോട്ടിൽ 200 ഗ്രാമിൻ്റെ ബോട്ടിലിന് വേണ്ടിയിട്ടാണ്. ആവുന്നില്ല സൈഡിലപ്പോൾ കുറേശ്ശെ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളത് സാധനം ആക്കണം കേട്ടോ. ഈ ലെവലിലാക്കിയാൽ മതി അല്ലേ? പോരെ? ഈ ലെവലിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ അച്ചാർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ബോട്ടിലുകൾ വരുന്നുണ്ട്. കുറച്ച് ബോട്ടിലുകളിൽ നമ്മൾ നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് നിറച്ച് വെച്ചാണ്. കുറേ ദിവസമായി നമ്മുടെ ബോട്ടിലുകൾക്ക് വേണ്ടി കുറേ ദിവസമായി നമ്മുടെ സമയങ്ങളും കാര്യങ്ങളും ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് രാവിലെ നേരത്തെ പോയിട്ട് കിട്ടാതെ എല്ലാം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റുള്ള ബോട്ടിലുകൾ കിട്ടും. അപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സാധനവും നമ്മളതിന് പാക്ക് ചെയ്തിട്ട് നമ്മൾ കടയിൽ സപ്ലൈ ചെയ്യുന്നതാണ്. ഇതേപോലത്തെ ബോട്ടിലാണ്. ഇതേപോലത്തെ ബോട്ടിൽ ഒരു അര ഡസനേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ചെറുത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ ബോട്ടിലാണെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ സായിവിന് ഒരു ഡപ്പ കൊടുത്താണ്. സായിവ് കഴിച്ചിട്ട് പറയാം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മുടെ നാടൻ സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് റിസൾട്ട് വന്നാൽ